ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇംഗ്ലീഷ് സെക്ഷനിൽ പ്രത്യേകിച്ച് എല്ലാ മെയ് മാസവും ജൂലൈ മാസവും യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനം സംഘടിപ്പിക്കാറുണ്ട്. ഏകദേശം 25-26 വർഷമായി ഇങ്ങനെയുള്ള ധ്യാനങ്ങൾ സംഘടിപ്പിക്കുവാനായിട്ട് തുടങ്ങിയത്. മെയ് മാസം ഇന്ത്യക്കുള്ളിലുള്ള യുവജനങ്ങൾ മിക്കവരും ഏകദേശം 1500-1750 യുവതി യുവാക്കൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കും. ജൂലൈ മാസത്തിലെ ധ്യാനത്തിൽ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ അവധി ജൂലൈ മാസങ്ങളിലാണ് അവരുടെയൊക്കെ അവധി. ആ സമയത്തും ഇത്രയും നമ്പർ ഓഫ് പീപ്പിൾ ഇവിടെ വന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ഇവരുടെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ കണ്ട ചില കാര്യങ്ങളൊക്കെയുണ്ട്. ഇവരുടെ പ്രാർത്ഥന അത് വലിയ ശക്തിയേറിയ പ്രാർത്ഥനയാണ്. കാരണം ജീവിതത്തെക്കുറിച്ചൊക്കെ അവർക്ക് ആദ്യ ദിനങ്ങളിലൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ വചനത്തോടൊക്കെ ആഗ്രഹമുണ്ട് അവർക്ക്. യുവതി യുവാക്കൾക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട്. ഇനി ഇതിനു മുൻപ് ധ്യാനിച്ചു പോയവരൊക്കെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സാക്ഷ്യങ്ങളൊക്കെ കേട്ടെത്തിയ യുവതി യുവാക്കളുമുണ്ട് ഇങ്ങനെയുള്ള ധ്യാനങ്ങളിൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഇന്റർനാഷണൽ യൂത്ത് റിട്രീറ്റ് ഇവിടെ നടന്നതേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. പ്രത്യേകിച്ച് ഇന്നർ ഹീലിംഗ് അഡോറേഷൻ, ആന്തരിക സൗഖ്യ ആരാധനയിൽ ഇവർ ഏകദേശം 1.5-2 മണിക്കൂർ നീളുന്ന ഒരു ആരാധനയാണ്. ഞാൻ ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ട്. നന്നായിട്ട് കുമ്പസാരിച്ചൊക്കെ ഒരുങ്ങി ദൈവത്തോട് അടുത്ത് വന്ന യുവതി യുവാക്കൾ ആ ആരാധനയിൽ പങ്കെടുക്കുന്നത് കാണുമ്പം നമുക്കൊരു വശത്ത് വലിയ സന്തോഷമുണ്ട്, മറുവശത്ത് ദൈവമേ ഇത്രമാത്രം എങ്ങനെ ഇവർക്ക് ഹൃദയം നുറുങ്ങി ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട്. കാരണം ഹൃദയം നുറുങ്ങി മനമുരുകി ചിലപ്പോൾ അവരുടെ കരച്ചിലുകൾ പോലും നമ്മൾക്ക് ആ ഹോളിൽ നിന്ന് കേൾക്കാം. അവരിങ്ങനെ കരയുന്ന ശബ്ദം, വിതുമ്പി വിതുമ്പി കരയുന്നവരുണ്ട്, പൊട്ടിക്കരയുന്നവരുണ്ട്. ദൈവമേ കരുണയാകണമേ, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന ആ മക്കളുമുണ്ട്. അങ്ങനെ ഉരുകി ഉരുകി അവർ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല പ്രിയപ്പെട്ടവരെ. ദൈവം എത്രമാത്രം ശക്തിയാണ് ഈ യുവതി യുവാക്കൾക്ക് കൊടുക്കുക. ധ്യാനമൊക്കെ കഴിഞ്ഞ് അവർ പോകുന്നതിന് മുൻപ് പറയും, വലിയ സന്തോഷമായി, അടുത്ത കൊല്ലവും ഞങ്ങൾ വരും, കൂടുതൽ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരും എന്നൊക്കെ പറയാറുണ്ട്. അവരെങ്ങനെ പോയി പിന്നീടുള്ള വർഷങ്ങളിൽ വരും. അവർ പറയും, ഞങ്ങൾക്കൊരു ബേസ് ഇവിടെ നിന്ന് കിട്ടി, ഒരു അടിത്തറ കിട്ടി, സന്തോഷമായി, ഞങ്ങൾക്ക് നല്ല ജോലി കിട്ടി. പലപ്പോഴും കഴിവുണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, പക്ഷേ പലതരത്തിലുള്ള അടിമത്തങ്ങൾ മൂലം ഈ ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഈ ജോലി തുടർന്ന് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത യുവതി യുവാക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ പറയുന്നത് കാര്യം ഇതാണ്, ഈ അടിമത്തങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുവാനായിട്ട് സാധിച്ചു. പിന്നെ ഇപ്പോൾ വർഷങ്ങളായിട്ട് ജോലിയിൽ തന്നെ നിലനിൽക്കുവാൻ സാധിക്കുന്നു. ചിലർ പറയും, നല്ല സന്തോഷം കേട്ടോ, ചിലപ്പം 12 തൊട്ട് 14 മണിക്കൂർ വരെയൊക്കെ IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യേണ്ടി വരും അച്ചോ, പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം കേട്ടോ, സമാധാനമാണ് കേട്ടോ എന്ന് പറയാറുണ്ട്. ചിലർ പറയും, ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ഞങ്ങൾ സമയം കണ്ടെത്തും, കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിക്കും. ചിലപ്പോൾ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ചിലപ്പം ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം. ഒന്ന് വിളിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളിലേക്ക് പോകും. ആ ഏതെങ്കിലും പള്ളിയിൽ, തൊട്ടടുത്തുള്ള ഏതെങ്കിലും പള്ളിയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ശാന്തമായിട്ട് ഞങ്ങൾ ഇരിക്കുവാനായിട്ട് ശ്രമിക്കും. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ടോക്കിലൂടെയൊക്കെ കേൾക്കുവാൻ സാധിച്ച, ആരാധനയിലൂടെ അനുഭവിച്ചറിയാൻ സാധിച്ച അതേ ദൈവമാ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരിക്കുന്നെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പതുക്കെ പതുക്കെ ഞങ്ങളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പം വലിയ ഉണർവാ, ജീവിതത്തിന് വലിയ ശക്തിയാ. ശനിയാഴ്ച കടന്നു പോകുന്നു, ഞായറാഴ്ച ഭയങ്കര സന്തോഷമാ, വീട്ടിലുള്ളവരോടൊക്കെ നന്നായിട്ട് ഇടപഴകുന്നു, ചിലപ്പോൾ ഒരു ചെറിയൊരു ഔട്ടിങ്ങിനൊക്കെ പുറത്തു പോകുന്നു. പിന്നെ ഈ ശനിയാഴ്ച പ്രദാനം ചെയ്ത ആ ശക്തിയുണ്ടല്ലോ, ആത്മീയമായ ശക്തി, അത് തിങ്കൾ മുതൽ വെള്ളി വരെ ജോലി ചെയ്യുവാനുള്ള ഒരു വലിയൊരു ശക്തി ഞങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. വലിയ സന്തോഷത്തോടെ യുവജനങ്ങൾ അവരുടെ കുടുംബങ്ങൾ പങ്കുവെക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കേണ്ടത്? നൈമിഷിക സുഖങ്ങളുടെ പുറകെ പോകുന്ന വ്യക്തികൾ ധാരാളമാണ്.
നമ്മുടെയൊക്കെ ശരീരത്തിന് സന്തോഷം പ്രദാനം ചെയ്യുന്ന പല കാര്യങ്ങളുടെയും പുറകെ പോവുക. എന്നാൽ കുറെ കഴിയുമ്പം അതിനൊന്നും എന്നെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ലല്ലോ, ഞാൻ മൂലം എൻ്റെ ജീവിതവും പോയി, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതവും പോയി, അവർക്ക് നിരാശ മാത്രമേ സമ്മാനിക്കാനായിട്ട് സാധിച്ചുള്ളല്ലോ എന്നുള്ള ചിന്തയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളും ധാരാളമാണ്. മറുവശത്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, പക്ഷേ ഇനി ഞാൻ ആ പഴയതിലേക്കൊന്നുമില്ല. കാരണം എന്താ? ഞാൻ ദൈവത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്, ദൈവമാണ് എൻ്റെ കൂടെയുള്ളത്. പിന്നെ എനിക്ക് നൈമിഷിക സുഖങ്ങൾ വേണ്ട, ശരീരത്തിൻ്റെ ചായ്ചലുകളിലേക്ക് എനിക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ തീരുമാനമെടുക്കുന്ന യുവതി യുവാക്കളും കുടുംബങ്ങളുമൊക്കെ ധാരാളമാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സ് അലഞ്ഞു തിരിയുന്നിടത്ത് ശരീരവും പതുക്കെ എത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. മനസ്സിൽ സത്ചിന്തകളും നല്ല ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ നമ്മളെത്തും. എന്നാൽ അതിൽ നിന്ന് വിപരീതമായ ചിന്തകളും നൈമിഷികമായ സുഖങ്ങൾ പ്രദാനം ചെയ്യുന്ന ചില കാര്യങ്ങളുമാണെങ്കിൽ അവിടെയും ശരീരമെത്തും. രണ്ടാമത്തെ തലങ്ങളിൽ ശരീരമെത്തിയാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാ അടിമത്തങ്ങളിൽ നിന്ന് മാറുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഏതെങ്കിലും അടിമത്തങ്ങളിലൂടെ കടന്നുപോയാൽ പ്രാർത്ഥിക്കാം, ദൈവമേ, ഒരൊറ്റ വാക്ക് മതി അങ്ങേക്ക് ഞങ്ങളെ രക്ഷപ്പെടുത്തുവാനായിട്ട്. ഒരൊറ്റ വാക്ക്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക, ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജീവിതത്തിൽ ലക്ഷ്യവും ദൗത്യവും കണ്ടെത്തണം. നമ്മളെല്ലാവരും ജീവിതത്തിൽ ലക്ഷ്യവും ദൗത്യവും കണ്ടെത്തണം. നമുക്കറിയാലോ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും ഒക്കെ ആരെങ്കിലുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് എന്താണ് അർത്ഥം? പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കാൻ, സ്നേഹിക്കപ്പെടുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ലക്ഷ്യവും ദൗത്യവും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കണം.